ഉണക്ക കപ്പ അല്ലെങ്കിൽ ഉണക്ക കൊള്ളി കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കപ്പ വറവ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത് കപ്പ. ഇത് ഞാൻ നേരത്തെ കുതിർത്ത് വെച്ച കപ്പയാണ്. 2 മണിക്കൂറോളം കുതിർത്ത് ഒന്ന് ഊറ്റിയെടുത്ത കപ്പ. ഇനി നമുക്ക് കറിവേപ്പില, ചതച്ച വെളുത്തുള്ളി 5 എണ്ണം, പിന്നെ ക്രഷ് ചെയ്തെടുത്ത മുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, തേങ്ങ, ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു കപ്പ വറവ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ ഈ നേരത്തെ കുതിർത്ത് വെച്ച കപ്പ ഒന്ന് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം അധികം ആവാനും പാടില്ല, തീരെ കുറയാനും പാടില്ല. ആ ഒരു കപ്പ മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആ ഒരു കപ്പയ്ക്ക് വേണ്ടത്ര ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത്, ഇപ്പോൾ വെള്ളം നമുക്ക് കുറച്ചുകൂടി ആവശ്യമുണ്ട്. ഇതൊരു കപ്പ മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി വേവിച്ചെടുക്കാം. 4 വിസിലാണ് ഞാൻ എടുക്കുന്നത്. ഓരോരാളുടെ കുക്കറിനനുസരിച്ച് അതിൻ്റെ വിസിലിൻ്റെ എണ്ണത്തിൽ മാറ്റം വരാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 4 വിസിലാണ്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. വിസിലൊക്കെ പോയിട്ടുണ്ട്. കപ്പ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വറവാണ് തയ്യാറാക്കേണ്ടത്. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി, 5 വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളിയാണ് ഈ കപ്പ വറവിന് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ആ ക്രഷ് ചെയ്ത മുളക് ഒരു 2 സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു കപ്പ ഇതിലിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു വറവുമായി നന്നായി ഈ ഒരു കപ്പ യോജിപ്പിച്ച് കൊടുക്കുക. നമുക്ക് ഈ ഒരു സൈസ് ഇത്ര വലിയ കഷ്ണം ആവശ്യമില്ലെങ്കിൽ വെന്തതിന് ശേഷം കുക്കറിൽ നിന്ന് കൈകൊണ്ടൊന്ന് ചെറുതാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. 4 സ്പൂൺ തേങ്ങയാണ് ഞാനിതിന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കപ്പ വെച്ച് പലതരം വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട്. കപ്പയും കടലയും അതുപോലെ തന്നെ പല വെറൈറ്റി ഡിഷസ് ഇതുകൊണ്ട് തയ്യാറാക്കാറുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കപ്പ വറവ് തയ്യാറായിട്ടുണ്ട്. ഏകദേശം എല്ലാം ഒന്ന് നല്ല വെന്ത് നല്ല പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയെടുക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. കൂടുതൽ റെസിപ്പീസിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക.